ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സ്ഥലം ഏതെന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായി? ഇത് കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. സ്ഥലം ഏതെന്ന് പറഞ്ഞോട്ട് തരുന്നത് അതിരപ്പള്ളിയിൽ നമ്മൾ വന്നേക്കട്ടാ. അത് ഈ മൺസൂൺ സമയത്ത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ ഒരു വ്യത്യസ്തമായിട്ടൊരു അനുഭവമായിരിക്കും. ഞങ്ങളിത് ബൈക്കിൽ വന്നപ്പോൾ അതേ ബൈക്ക് പാർക്ക് ചെയ്ത് വെച്ചാണ് സ്ഥലമൊക്കെ നോക്കട്ടാ. നല്ല തിരക്കാണ് ഇപ്പം ഇന്ന് ഇവിടെ. ഇത് നോക്കിയേ, ഉള്ളു നിറഞ്ഞേക്കാം. അതേപോലെ താഴേക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് സെറ്റപ്പ്. എന്തായാലും നമുക്ക് അവിടേക്ക് ഒന്ന് കയറാം. അപ്പം കയറിലൊക്കെ കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ബൈക്കൊക്കെ വെച്ച് ഫുള്ള് ഇവിടെ പാർക്കിങ് നിറഞ്ഞേക്കാട്ടാ. സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല തിരക്കായിരിക്കും. ഇപ്പം ഞങ്ങൾ വന്നത് ഇപ്പോൾ സൺഡേയിലാണ്. ഇത് കേട്ടാ, നല്ല ഫ്രണ്ടിലൊക്കെ കയറുന്ന സ്ഥലത്തൊക്കെ നല്ല ബ്ലോക്കാണ്. നമ്മൾ മെയിൻ എൻട്രൻസിൽ എത്തിയിട്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റും. നല്ല തിരക്കാണ്. അപ്പോൾ നമ്മളുടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ജസ്റ്റ് ആണ് കയറിയിട്ടാ. മറ്റൊന്നും രക്ഷയില്ലാട്ടാ. അതിരപ്പള്ളിയിൽ നമ്മൾ വരാണെങ്കിൽ മഴക്കാലത്ത് തന്നെ വരണട്ടാ. എന്തൊരു രസം എന്നറിയാം. നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ആ സീനറൊക്കെ ഉണ്ടല്ലേ, നമ്മൾ കാടിന് നടുക്കൂടെ ഒക്കെ പോകുമ്പോഴൊരു രസമുണ്ടല്ലോ, ഒന്നും പറയാനില്ല. അടിപൊളി. നമ്മൾ നടന്നത് ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കറക്റ്റ് എത്താറായിട്ടാണ്. പറഞ്ഞ പോലെ ഇന്ന് സൺഡേ ആണ്, നല്ല തിരക്കാണ്. ഞങ്ങളെന്തായാലും ആദ്യം തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ പോകാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഞങ്ങൾ എത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പം ഇറങ്ങിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും. വൈകുന്നേരം ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഇറങ്ങിയാലാണ് അതിലത്തെ സീനറിയൊക്കെ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നല്ല മഴയൊക്കെ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്ന വഴിയാണത്. കരിങ്കല്ലൊക്കെ ഇട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ മഴക്കാലമൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചെങ്ങനെ സ്ലിപ്പ് ചെയ്ത ചെറിയ പണി കിട്ടും നമുക്ക്. താഴത്തേക്കുള്ള വഴി കണ്ടില്ലേ, എന്ത് രസമല്ല കാണാൻ. ഫുള്ള് ആൾക്കാരുണ്ടോ, നല്ല തിരക്കാണ്. താഴ്ന്നുള്ള ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞ് കയറി വരുന്നുണ്ട്. നമ്മൾ പോകുന്നത് താഴോട്ട് ഇറങ്ങുന്ന വഴി കണ്ടില്ലേ സൈഡിൽ. നമ്മളെ ഏകദേശം താഴെ എത്താറായിട്ടാ. അടുത്ത് എത്തുമ്പോൾ നല്ല തിരക്കാണ്. ഇപ്പോൾ മഴക്കാലത്ത് എന്തായിട്ടും കൂടുതൽ ആൾക്കാരെന്ന് വെച്ചാൽ അത്ര അടിപൊളിയായിരിക്കും നമുക്കിത് കാണാനേ. വേണ്ട നോക്കിയൊരു മൂടൽ മഞ്ഞ് പോലെ വേണ്ട, വേറെ ഒന്നല്ല, വെള്ളം ചാടിയിട്ടില്ലേ, പുക പോലെ വരണണ്ട, വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യണ പോലെ. എന്താ വൈബില്ല, ഒരു രക്ഷയില്ല കേട്ടാ. എന്താ മോനെ, എനിക്ക് ആൾക്കാർ നോക്കിയേ, അടിപൊളി. നമ്മള് താഴെ എത്തിയിട്ടാ താഴെ വെള്ളം വന്നതേ അടിച്ചിട്ട് എന്താ ഒന്നും കാണാൻ പറ്റില്ല കേട്ടാ. വെള്ളം അടിച്ച് കയറാണ് അതിൻ്റെ ഉള്ളിലേക്ക്. ഈ മഴക്കാലത്ത് വന്ന് നമ്മൾ ഈ അതിരപ്പള്ളിയിൽ ഈ സീൻ കണ്ടില്ലെങ്കിലല്ലോ വൻ നഷ്ടം തന്നെ കേട്ടാ. എന്താ സെറ്റ്
വെള്ളം വീണ്ടും വല്ല കാണണ്ട, ഒന്നും കാണാൻ പറ്റില്ലല്ലോ. മൂടൽ മഞ്ഞ് പോലെ എന്റെ മോനെ ഒടുക്കത്തെ വൈബ് കിട്ടും, ഒരു രക്ഷയില്ല. പൊളി സംഭവം. എല്ലാരും ഇപ്പൊ പോരാ. മൺസൂൺ ഈ സമയത്ത് തന്നെ ആതിരപ്പള്ളി വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സമയം. അടിപൊളി വൈബ്, ഒരു രക്ഷയില്ലട്ടാ. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് തന്നെ ഇങ്ങനൊരു സ്പോട്ടുകളുണ്ട്. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമാണ്. കണ്ടില്ലേ? അപ്പൊ മൺസൂൺ സമയത്ത്, അതായത് ഈ സമയത്തൊക്കെ അതിരപ്പള്ളി വന്നു കഴിഞ്ഞാൽ അടിപൊളി വൈബായിരിക്കട്ടോ. അപ്പൊ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തോ. അപ്പൊ അതിരപ്പള്ളി താഴെ വന്നിട്ടുള്ള വ്യൂ ഒക്കെ നിങ്ങൾക്ക് കണ്ടില്ല. അപ്പൊ ഞങ്ങളെന്തായാലും ഇവിടെ കയറാൻ പോകണം. എന്തായാലും സമയം കുറേ ആയി. അപ്പോൾ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും വരാം. അടിപൊളി വൈബാണെങ്കിലേ ഞങ്ങളെന്തായാലും മുകളിൽ കയറാൻ പോവാം. അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ സുഖം കയറാനില്ല കേട്ടോ. നല്ല കയറ്റാണ് ഇവിടെ. ഇറങ്ങിയത് നല്ല ആവേശത്തിൽ ഇറങ്ങിപ്പോയി. അങ്ങനെയുണ്ട്. പൊള്ളേ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? കുഴപ്പമൊന്നുമില്ല, കയറാൻ കയറി പോരാ. അതല്ല നമ്മളവിടെ അടിച്ച് പൊളിച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണം തോന്നും. പക്ഷെ അടിപൊളി വൈബാട്ടാ. അപ്പം എല്ലാവരും ഒന്ന് അടിച്ചു പൊളിക്കും. എന്നപ്പോൾ അതിരപ്പള്ളി നമ്മൾ മുകളിൽ നിന്നുള്ള വ്യൂ ഒന്ന് കാണാം കേട്ടോ. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് കയറി ഇവിടേക്ക് നമ്മൾ ഇറങ്ങുന്നു. വെള്ളം ഇപ്പോൾ കൂടുതലുള്ള കാരണം നമുക്ക് കണ്ട ഇവിടെയൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കട്ടോ. കണ്ട നമുക്ക് ഇവിടെ വരെ ഇറങ്ങാൻ പറ്റുള്ളൂ. കണ്ട മോളിൽ നിന്നുള്ള വ്യൂ. നമ്മളതിൻ്റെ താഴെയാണ് പോയിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അതിരപ്പള്ളിയിലെ ഇവിടെ വന്നിട്ട് കാഴ്ചകൾ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇനി 1-2 സ്ഥലം കൂടെ പോകാനുണ്ട്. അതിപ്പോൾ കറക്റ്റ് ഇതിപ്പോൾ സന്ധ്യ ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ ചിലപ്പോഴും അങ്ങോട്ട് പോകുള്ളൂ, സമയമില്ലാത്ത കാരണം. അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാഴ്ച കാണാം. അപ്പോൾ ഓക്കെ, അതായത് നമ്മൾ ചാർപ്പയിലും കൂടെ എത്തിയിട്ടോ. അവിടെ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അതൊന്നും കാണിച്ചിടാം. പുതിയൊരു ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് വല്ല കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിനോട് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചെങ്കിൽ ഇപ്പോഴും അവിടെ എൻട്രി ഒന്നും ആയില്ല കേട്ടോ. ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം. പക്ഷെ ആൾക്കാരൊക്കെ ചാടി കടന്നിട്ട് അതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കേട്ടോ. ഫുള്ള് തിരക്കാണ് ഇവിടെ.
അപ്പോൾ ഇതാണ് നമ്മുടെ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. അപ്പം നമ്മൾ ഈ തുമ്പൂർ മൊഴി വാഴച്ചാൽ അങ്ങനെ സ്ഥലങ്ങളിലൊന്നും നമ്മൾ പോയില്ല, സമയം കുറച്ച് കുറവായിരുന്നു, അങ്ങോട്ടൊന്നും പോകാനും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബായ്.